അറിഞ്ഞില്ല ഞാന് കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം പൊള്ളുമെന്നുള്ളത്. കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരയായിട്ട് മുമ്പോട്ട് പോയത്. ഹലോ ഗൈസ്, എല്ലാരോടും സ്നേഹം മാത്രം. ഇവള് ഇതുവരെ കൃഷ്ണനെ പിടിച്ചിട്ടില്ല, ചൂടറിഞ്ഞിട്ടില്ല. ഇപ്പോഴാ ചൂടായത്. കൃഷ്ണനെ തൊട്ടാൽ ഇത്രയും ചൂടുണ്ടാവും, കൃഷ്ണനെ വരച്ചത്ര ചൂടുണ്ടാവും. ഞങ്ങളല്ല പറയുന്നത്, ജന പറയുന്നത്. എത്ര ഹിന്ദുമത വിശ്വാസികൾ കൃഷ്ണനെ പൂജിച്ചിട്ടും കൃഷ്ണനെ തൊട്ടിട്ടൊക്കെ നടക്കണം. ഓൾക്ക് ചൂടില്ലല്ലോ. എനക്കും എന്റെ വാപ്പാക്കും ചൂടെന്താ വെച്ചാല്, നിങ്ങൾ ആദ്യം ഒന്ന് വരച്ച് സിമ്പിളായിട്ട് വരച്ചപ്പോ അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ചെന്താട്ടി ആ ഒരു വരുമാന മാർഗമാക്കിയെടുത്ത്. പിന്നെ എന്റെ വാപ്പിയും പറഞ്ഞു, ചെറുപ്പത്തിൽ എന്റെ മോക്ക് ഞാൻ എന്താണ് കണ്ണനോ കൃഷ്ണനോ പേരിട്ടീനെന്നൊക്കെ. എന്തിനാണ് മറ്റുള്ള മതത്തിലെ സാധനം വെച്ചിട്ട് ജീവിക്കുന്നത്? വരക്കണ എത്ര ആള് വരക്കുന്നുണ്ട്, എത്ര മുസ്ലിങ്ങൾ വരക്കുന്നുണ്ട്, ക്രിസ്ത്യൻസ് വരക്കുന്നുണ്ട്, ഹിന്ദുക്കൾ പല പടം വരക്കുന്നുണ്ട്. ഇജ്ജ് വരച്ച കുറച്ച് കൂടിപ്പോയി. ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ വന്നിട്ട് എന്നെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയും. എന്തിനാ അവനോ ആവശ്യമില്ലാത്ത പണിക്കിക്കണ്. പിന്നെ വീഡിയോന്റെ അടിയിൽ കമന്റ് ചെയ്തതിനാലും ആരുത്തും പറഞ്ഞിട്ട് കാര്യമല്ല. അപ്പൊ എന്റെ വീഡിയോന്റെ അടിയിലും കമന്റ് ചെയ്തു. ആൾക്ക് സഹിക്കാൻ കഴിയുന്ന പോലെ എന്താ കൃഷ്ണനെയും ഭരിക്കുക, അമ്പലവും ഭരിക്കുക, പള്ളിയും ഭരിക്കുകയൊക്കെ ചെയ്യുക. ഇജ്ജ് എന്താട്ടി ഇജ്ജ് ഒരു ജീവിതമാർഗമായിട്ട് ഒരു തണലാക്കി കൊണ്ടായിരുന്നു ഇജ്ജു എന്റെ വാപ്പി. അല്ലാണ്ട് ഇജ്ജിപ്പോ മുസ്ലിം ആയിജ് പിന്നെ ഏത് മതത്തിൽ പോവേ ഏത് വരക്കേ എന്താക്കി ഒരു കുഴപ്പമില്ല. ചൂഷണം ചെയ്ത് ജീവിക്കുമ്പോഴാണ് ആൾക്കാർ എന്താട്ടല് ബാഡ് കമന്റ് ഇതൊക്കെ ചെയ്തല്. അല്ലാണ്ട് അന്നെ ആരും കൃഷ്ണനെ പിടിച്ചതിന് ഞങ്ങൾക്ക് ആരും ചൂടായിട്ടൊന്നുമില്ല. ഞാനിതുവരെ എന്നെ പറ്റി പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നെ പറ്റി ഇങ്ങനെ പറയുന്നത്. ഇജന്നെ ഒക്കെ പറഞ്ഞിട്ട് ഇജന്നെ വലിയ സംഭവമായിട്ട് അനക്കെന്നെ എന്താടണം ഇതാകണം. സുരേഷ് ഗോപിക്കും പിന്നെ ഇലക്ഷന്റെ സമയത്തൊക്കെ ഇത് കുറച്ച് നാടകം കളിച്ച് കുറച്ച് ആളായി. അപ്പൊ ഇനി ഹിന്ദുക്കളെ പൊട്ടനാക്കുക ശരിക്ക്. ഹിന്ദുക്കളെയാണ് ശരിക്കും പൊട്ടനാക്കുന്നത്. കൃഷ്ണൻ എന്ന് പറഞ്ഞാല് ഓലൊരു ദൈവമാണ്, ഓല ആദരിക്കുന്ന സാധനമാണ്. ഇജ്ജ് അതിനെ പൊടി പൊള്ളാനും ചൂടാനും ഇജ്ജ് അതിനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇജ്ജ് പടം വരച്ചാ വിറ്റോ. ഇജ്ജ് വരക്കല് മാത്രല്ല, ഇജ്ജ് വെറും ഒരു വേറെ ലെവലിൽ പോയിട്ടാണ് എനിക്കിതൊക്കെ കേൾക്കേണ്ടി വന്നത്. അപ്പൊ എന്താ വെച്ചാല് ഒരു പൊടിക്കടങ്ങിയാളാ, എന്നാ ഒരു കുഴപ്പമുണ്ടല്ലോ. കാരണം വാപ്പാക്കും അനക്കും ഒക്കെ എന്താ വെച്ചാൽ ഒരു പൊടിക്കടങ്ങിയ നല്ലതാ. ഏതു മതത്തിലോ ഏതോ വിശ്വസിക്കേ ഏത് മതത്തിലോ പോയിക്കോ, ആർക്കും ഒരു പ്രശ്നമല്ല. പക്ഷെ എന്താ വെച്ചാല് ഊമ്പലും ഊക്കലും കൂടി ആകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അത് ഒന്നാച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. താങ്ക് യു വെരി മച്ച്.